ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL ഓപ്ഷന് വേണ്ടിയുള്ള കത്തിരിപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും. നമുക്കറിയാം നവംബർ 24, 25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചാണ് ഇത്തവണത്തെ മെഗാ താരലേലം നടക്കാൻ പോകുന്നത്. സോ വാശിയേറിയ ഒരു ലേലം തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഒരുപാട് മികച്ച താരങ്ങളാണ് ഇത്തവണ ആ ഒരു ലേലത്തിൻ്റെ ഓപ്ഷൻ പോഡിയത്തിലേക്ക് എത്താൻ പോകുന്നത്. സോ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും റീസെൻറ്റ് വീഡിയോസ് നിങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റവും റീസെൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും വേഗം തന്നെ മേക്ക് സ്റ്റുഡിയോ എത്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ IPL ഓപ്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RCBക്ക് നിർണായക നിർദ്ദേശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് RCBയുടെ മുൻ ഇതിഹാസ താരം. ഒരു കാലത്ത് RCBയുടെ എല്ലാമായിരുന്നു ചിന്നസ്വാമിയുടെ മണ്ണിൽ ഒരുപാട് റെക്കോർഡുകൾ പഴങ്കഥയാക്കിയ മുൻ RCB താരം സൗത്ത് ആഫ്രിക്കൻ ലെജൻഡ് ABD വില്ലിയേഴ്സ്. സോ IPL ഓപ്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് RCB ഇത്തവണ ലേലത്തിൽ ഉറപ്പായും ടീമിലെത്തിക്കേണ്ട അല്ലെങ്കിൽ RCB ടാർഗറ്റ് ചെയ്യേണ്ട 4 താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ താരം വെളിപ്പെടുത്തിയിട്ടുള്ളത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ABD വില്ലിയേഴ്സിൻ്റെ പ്രതികരണം. നമുക്കറിയാം, പലപ്പോഴും IPL ഓപ്ഷനുകളിൽ വലിയ ബാലൻസ് ബഡ്സ് ഉണ്ടായിട്ട് പോലും അത്ര മികച്ച താരങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷനിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ഒരു ടീമാണ് RCBയുടെ മാനേജ്മെൻറ്റ്. പലപ്പോഴും ബാറ്റിങ്ങിന് പേരുകേട്ട RCB മികച്ച ബൗളർമാരെ കണ്ടെത്താൻ വിഷമിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇത്തവണ ആ ഒരു സാഹചര്യം RCBക്ക് ഉണ്ടാകരുത് എന്ന മുൻകരുതലുമായിട്ടാണ് RCBയുടെ മുൻ താരം ഇത്തവണ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തവണ IPL ഓപ്ഷൻ്റെ ബാലൻസ് പഴ്സിൽ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന ബാലൻസ് പഴ്സുള്ള ടീമാണ് RCB. 83 കോടി രൂപയാണ് RCBക്ക് ഇനി ഓപ്ഷനിൽ ചിലവഴിക്കാൻ സാധിക്കുക. വെറും 3 താരങ്ങളെയായിരുന്നു RCB റീറ്റെയിൻ ചെയ്തത്. വിരാട് കോഹ്ലി, രജത് പടിദാർ, യശ് ദയാൽ എന്നിവരെയായിരുന്നു RCB നിലനിർത്തിയത്. സോ ഇനി 3 RTMും അവർക്ക് ബാക്കിയുണ്ട്. സോ ABD വില്ലിയേഴ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ലോകോത്തര സ്പിന്നറെ നേടുക എന്നതായിരിക്കണം നിങ്ങളുടെ മുൻഗണന. യുസ്വേന്ദ്ര ചഹൽ, നമുക്കറിയാം RCBയുടെ പഴയ പ്ലെയറായിരുന്നു ചഹൽ. പിന്നീട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലേക്ക് പോകുകയും ഇതോടെ അദ്ദേഹത്തെ നിലനിർത്തിയതുമില്ല. സോ UC ചഹൽ വീണ്ടും ഓപ്ഷൻ്റെ ടേബിളിലേക്ക് വരാൻ പോവുകയാണ്. സോ UC ചഹലിനെ ഒരു ലോകോത്തര സ്പിന്നറെ നേടുക എന്നതായിരിക്കണം നിങ്ങളുടെ മുൻഗണന. സോ അതിനാൽ തന്നെ യുസ്വേന്ദ്ര ചഹൽ, RCBയുടെ എല്ലാമായിരുന്നു ചഹലിനെ തിരികെ കൊണ്ടുവരണം എന്നതാണ് ഡിവില്ലിയേഴ്സിൻ്റെ ആദ്യത്തെ ആ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്ന അശ്വിനെയും, കാരണം ഇന്ത്യയുടെ സ്പിൻ മാന്ത്രികനായിട്ടുള്ള അശ്വിനെയും, രാജസ്ഥാൻ റോയൽസിൻ്റെ ഡെഡ്ലി കോംബോ ആയിരുന്നു ചഹലും അതോടൊപ്പം തന്നെ അശ്വിനും. സോ ഈ 2 താരങ്ങളെയും ഇത്തവണ RCB ജേഴ്സിയിൽ കാണാൻ ABD വില്ലിയേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 പേസ് ബൗളർമാരുടെ പേരും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പഞ്ചാബ് കിങ്സിൻ്റെ സൗത്ത് ആഫ്രിക്കൻ പേസറായിട്ടുള്ള പഞ്ചാബ് കിങ്സ് ഇത്തവണ റിലീസ് ചെയ്ത കഗ്യൂസോ റബാഡയും അതോടൊപ്പം തന്നെ SRH റിലീസ് ചെയ്ത ഭുവനേശ്വർ കുമാറിനെയും RCB ഈ 4 താരങ്ങൾക്കും വേണ്ടി RCB ബിഡ് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ABD വില്ലിയേഴ്സിൻ്റെ ആവശ്യം. ഇവർ 4 പേരുമാണ് എൻ്റെ പിക്കുകൾ. പേഴ്സ് മുഴുവനും ഇവർക്കായി ചിലവഴിക്കണം. ചഹൽ, റബാഡ, ഭുവനേശ്വർ കുമാർ, അശ്വിൻ എന്നിവരെയാണ് വേണ്ടത്. ഈ 4 പേരെയും കിട്ടിയ ശേഷം ബാക്കിയുള്ള പണം കൊണ്ട് നമുക്ക് മറ്റു കളിക്കാരെ വാങ്ങാനും സാധിക്കും. നമുക്കറിയാം, RCBക്ക് ഇനി 3 വിലപ്പെട്ട RTMകളും കയ്യിലുണ്ട്. സോ സ്വാഭാവികമായിട്ടും RTM അവർ യൂസ് ചെയ്യാൻ പോകുന്നത് സിറാജിനും അതോടൊപ്പം തന്നെ വിൽ ജാക്സിനും പിന്നീട് മറ്റൊരു RTM ഒരുപക്ഷെ കാമറൂൺ ഗ്രീനും വേണ്ടിയായിരിക്കും RCB ചിലവഴിക്കാൻ പോകുന്നത്. സോ ആ ഒരു 3 RTMകളിലൂടെ ഈ 3 മികച്ച താരങ്ങളെ കൊണ്ടുവരികയും ഓപ്ഷനിലൂടെ ഈ 4 താരങ്ങൾ ചഹലിനെയും അശ്വിനെയും റബാഡയും ഭുവനേശ്വർ കുമാറിനെയും കൂടി കൊണ്ടുവരികയാണെങ്കിൽ RCBയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനൊപ്പം ഒരു മികച്ച കരുത്തുറ്റ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ABD വില്ലിയേഴ്സിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ABD വില്ലിയേഴ്സ് വെളിപ്പെടുത്തിയ RCB 4 താരങ്ങളെ വാങ്ങണമെന്നാണ് ഇപ്പോൾ ABD വില്ലിയേഴ്സ് തൻ്റെ ആ ഒരു അഭിമുഖത്തിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.